എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള കരിമീൻ. ഏകദേശം കുഴപ്പമില്ലാത്തൊരു സൈസാണ്, ഭയങ്കര വലുതുമല്ല നല്ല ചെറുതുമല്ല. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ഈ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് പച്ചമുളകും അതുപോലെ വലിയ ജീരകവും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ടാണ്. അതെന്തിനാണ് വെച്ചാൽ ഇത് 4ഉം കൂടി ചേർത്തിട്ടുള്ളത് നല്ലൊരു സ്മെല്ല് കിട്ടും. അതുപോലെ തന്നെ നോർമൽ ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് 4ഉം കൂടിയിട്ട് അരച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഹാഫ് ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ലെമൺ ഇല്ലാത്തവർ വിനാഗിരി 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഒന്ന് ലൂസായി കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക പാകത്തിന്. നല്ല പോലെ എല്ലാ ഭാഗത്തും ഈ മസാല തേച്ച് പിടിപ്പിക്കാം മീനിൽ. അങ്ങനെ നമ്മളുടെ മസാല കംപ്ലീറ്റ് മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് പൊരിക്കാം. അപ്പോൾ നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മീനൊക്കെ പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കണം, ഉള്ളി മസാല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. ഇതിലുള്ള 3 തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റി കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് മസാലകൾ ചേർക്കാം. അതിന് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അല്പം വേപ്പില ഇട്ട് കൊടുക്കുക, കറിവേപ്പില. ഇത് നന്നായി വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളുടെ മസാല നല്ല വെന്തിട്ട് നല്ല മുരിഞ്ഞ് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നെക്സ്റ്റ് ഞാനൊരു ബനാന ലീഫ് വാഴയിലെടുത്തിട്ട് നന്നായി കഴുകി തുടച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ തീയിൽ കാട്ടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതെന്തിനാണ് വാട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇല പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ വാഴയില കംപ്ലീറ്റ് വാടി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വാഴയില ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ 2 വാഴയിലാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ പീസും പിന്നെ ഒരു വലിയ ഒരു ഇലയും. ഇതിൻ്റെ ഫസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മസാല ഇതിൻ്റെ ബേസിലിട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള കരിമീൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ദെൻ ഇതിൻ്റെ ടോപ്പിലായിട്ട് അല്പം കൂടി മസാല ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളത് നല്ല ഒതുക്കിയിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇതൊന്ന് നമുക്ക് കെട്ടി കൊടുക്കാം. ഇവിടെ ഞാൻ ഇതിൻ്റെ തണ്ട് വാട്ടിയ ശേഷം അതുകൊണ്ടാണ് കെട്ടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കതിൻ്റെ വാഴയുടെ നാര് യൂസ് ചെയ്യാം. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ വെച്ച സെയിം ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, അയൺ പാന്. ഇതിലേക്ക് നമ്മളുടെ ഫിഷ് പൊള്ളിക്കാനുള്ളത് വെച്ച് കൊടുക്കാം. ഇത് 2 സൈഡും നമ്മൾ മറിച്ചിട്ടിട്ട് പൊള്ളിച്ചെടുക്കണം. ഒരു ഭാഗം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മസാല കംപ്ലീറ്റ് അതിലിങ്ങനെ പറ്റി ചേർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.